അതെ, നമുക്കൊരു ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഏത്തയ്ക്ക തൊലി കളഞ്ഞിട്ട് ഇത്തിരി മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം അതൊരു തുണി കൊണ്ട് നല്ല രീതിയിലൊന്ന് തൂത്തെടുക്കണം. ശേഷം നമുക്കതൊരു ഇത്തിരി കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തത് എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത്തിരി സമയമെടുത്ത് തന്നെ നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കണം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ശർക്കര പാനി കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ചെറിയൊരു തീ കുറച്ചിട്ടാണ് നമ്മൾ ഏത്തയ്ക്ക നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഏകദേശം ഒരു ഒറ്റനൂൽ പരുവത്തിൽ വേണം. അപ്പം നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ട് വേണം വീണ്ടും അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും വറുത്ത് കോരിയ ഏത്തയ്ക്ക നമുക്കത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും അതുപോലെ നല്ല ജീരകത്തിൻ്റെയൊക്കെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നൊന്നേ തൊടാത്ത രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഇത്തിരി തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഏകദേശം നല്ല കട്ടിക്ക് തിക്കായിട്ട് നമുക്കത് കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.